വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26:8 ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് ഈ പാഴ്ചെലവ്? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പാദാന്തികത്തിൽ സുഗന്ധലേപനം ചെയ്ത് മടങ്ങാൻ കടന്നു വന്ന ആ സ്ത്രീയോട് തെല്ലസഹിഷ്ണുതയുടെ മനസ്സോടുകൂടിയിട്ട് പെരുമാറുന്ന ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തെ, ഇതിൻ്റെ ആഴമുള്ള അർത്ഥതലങ്ങളെ ഒന്നറിയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സിനെ ഒരുക്കണമേ. ഈശോയേ, ഈ തിരുവചനത്തെ ഉൾക്കൊള്ളാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വിചാരവികാര വഴികളെയും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടുന്നു. എല്ലാം അനുഗ്രഹമാക്കണമേ. മാലാഖമാരെ, വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണേ. വലിയ ദൈവിക കൃപാവരങ്ങൾ ഈ വചനമണിക്കൂറിൽ ഞങ്ങൾക്കായി ഒരുക്കണമേ. സമൃദ്ധമായി വർഷിക്കാൻ വിശുദ്ധരെ പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അന്ത്യനിമിഷങ്ങളോട് ബന്ധപ്പെടുത്തി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഈശോ അതിഥിയായി വന്നിരിക്കുന്ന ഒരു ഭവനത്തിൽ കടന്നു വന്ന അവിടുത്തെ പാദാന്തികത്തിലേക്കൊരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലം ഒഴിച്ച് ആ പാദത്തെ വണങ്ങി തലമുടി കൊണ്ട് അതിനെ തുടച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരാത്മീയ വിചാരം. അവിടെ ശിഷ്യന്മാർ എന്തിനാണ് ഈ പാഴ്ചെലവ് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായിട്ടും ആ ചോദ്യം ചോദിച്ചത് യൂദാസ്കറിയോത്ത ആണ് എന്നും പറയുന്നു. ഈ ഒരു തിരുവചനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില ആത്മീയ വിചാരങ്ങളെ നാം ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പാഴ്ചെലവ് എന്നൊരു ചിന്ത ഇന്നിപ്പം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങളോ സംവാദങ്ങളോ ഇടപെടലുകളോ ഒക്കെ പലതും പാഴ്ചെലവുകളാണ്. ഈ നാളുകളിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരിക്കലും ലക്ഷ്യത്തിലെത്താത്ത ചില പ്രവൃത്തികളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ കാണാൻ ഇടയായി. ചില വലിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അത് പാഴായിപ്പോയ ഒരുപിടി അനുഭവങ്ങൾ, പൂർത്തീകരിക്കപ്പെടാൻ കഴിയാതെയോ മറ്റ് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലമോ ആ പ്രവൃത്തി ലക്ഷ്യപ്രാപ്തിയിലെത്താതെ പോയ അനുഭവങ്ങളെ ഒന്ന് കണ്ണോടിക്കാനും കേൾക്കാനും ഇടയായി. ശിഷ്യർ സമാനമായൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഒരു പാഴ്ചെലവ്? ഒരു സാധാരണ ബുദ്ധിയിൽ വളരെ ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധനം, പ്രത്യേകിച്ചും ഒരു സുഗന്ധലേപനം, അത് പാദത്തിൽ ആ വെൺകൽഭരണി പൊട്ടിച്ച് ഒഴിച്ച് പരിമളപൂരിതമാക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? അതാണ് അവൻ്റെ ഒരു സാമാന്യ ബുദ്ധിയിലെ ചോദ്യം. ചില കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് സന്നദ്ധമാകുമ്പോഴാണ് ചില വചനത്തിനും ചില പ്രവൃത്തികൾക്കും അർത്ഥം കണ്ടെത്താൻ നമുക്കാവും. ഈ കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ തൻ്റെ വിദേശ ജോലി ഉപേക്ഷിച്ചുവെന്ന് തന്നെ പറയാം. അദ്ദേഹം ഉപേക്ഷിച്ച് മാതാപിതാക്കൾ ഒറ്റയ്ക്കാണല്ലോ എന്ന് തീരുമാനിച്ചതുകൊണ്ട് നാട്ടിൽ വന്ന് അവരുടെ കൂടെ താമസിച്ച് അവർ ശുശ്രൂഷിക്കുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. ഒരുപാട് പേര് ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ എന്തു മണ്ടത്തര കാണിക്കുന്നു? ഈ മഹാദുരന്തത്തിൻ്റെ കാലത്ത് ഇതുപോലത്തെ വിവരക്കേടുകൾ വല്ല മനുഷ്യരും കാണിക്കും? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. അച്ഛാ, എനിക്ക് ജന്മമേകുകയും വളർത്തുകയും ഞാനിന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ എത്തിക്കുകയും ചെയ്തതിൽ എൻ്റെ മാതാപിതാക്കൾക്കുള്ള റോള് മറ്റു മനുഷ്യർക്ക് മനസ്സിലാകില്ല, പക്ഷേ എനിക്കത് ഹൃദയത്തിൽ കൃത്യമായിട്ടും ബോധ്യമുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആവശ്യമുള്ള ഈ സമയത്ത് അവരുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള തെല്ല് കഠിനമെന്നും ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മണ്ടത്തരമെന്നൊക്കെ കരുതുന്ന ഒരു തീരുമാനമെടുത്ത് ഇവിടെ വന്ന് അവരുടെ കൂടെ ആയിരിക്കുമ്പം എനിക്ക് കിട്ടുന്ന അനുഗ്രഹം,
അതിലൂടെ എനിക്കായിട്ട് ഒരുക്കപ്പെടുന്ന അഭിഷേകം അത് മനസ്സിലാകണമെങ്കിൽ അകക്കണ്ണ് തുറക്കപ്പെടണം. എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ച ഒരു കാര്യമാണ്. തൻ്റെ ജീവിത പങ്കാളിയും തനിക്കടുപ്പമുള്ളവരുമൊക്കെ ആരെയെങ്കിലും ഒരു പണിക്കാരനെ, ആരെയെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അതിനൊന്നും മുതിരാതെ ഇത്തരമൊരു തീരുമാനമെടുത്ത് ഈ മനുഷ്യൻ പറയാണ്, അതൊരു പാഴ്ചെലവല്ല, അതൊരു പാഴ്വേലയല്ല, അതൊരു പാഴായി പോകുന്ന പ്രവൃത്തിയല്ല. കാരണം അത് മനസ്സിലാകണമെങ്കിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ രൂപപ്പെട്ട ആത്മബന്ധത്തിൻ്റെ ആ ഇടങ്ങളെ ഒന്ന് വായിച്ചെടുക്കാനായിട്ട്, തൊട്ടറിയാനായിട്ടുള്ള തുറവിയുണ്ടാകണം. ഈ കഴിഞ്ഞ നാളിൽ വായിച്ചൊരു കുറിപ്പ് എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. നമ്മൾ ഞാനൊക്കെ സാധാരണ എന്നല്ല പൊതുവേ ചെയ്തിരുന്നൊരു കാര്യം, ഇപ്പോൾ ആരെങ്കിലും പ്രായം വന്ന് പ്രത്യേകിച്ചും 10-80 വയസ്സൊക്കെ ആയിട്ട് അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നൊരു പ്രയോഗമായിരുന്നു, പ്രായമായിട്ട് മരിച്ചതല്ലേ എന്ന്. ആ കുറിപ്പ് എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. പ്രായമായിട്ട് ഈ വ്യക്തി മരിക്കുമ്പോഴും ഈ മകനെന്ന് പറയുന്നവനും ഈ അമ്മ അല്ലെങ്കിൽ അപ്പനെന്ന് പറയുന്ന ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രായത്തിൻ്റെ വർധനവ് സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് 30 വയസ്സുള്ളപ്പോൾ ഉണ്ടായ മകനാണെങ്കിൽ ഈ അപ്പനും ഈ അമ്മയും മകനും തമ്മിൽ 30 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അത് അമ്മയ്ക്ക് എത്ര പ്രായം കൂടിയാലും ഈ മകനും അമ്മയ്ക്കും ഇടയിൽ പ്രായത്തിന് അകലം വർദ്ധിക്കുന്നില്ല എന്നൊരു വായന എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഇത്രയുള്ള അർത്ഥം, ഏതു പ്രായത്തിൽ മരിക്കുമ്പോഴും എത്ര വാർദ്ധക്യത്തോടെത്തി മരിക്കുമ്പോഴും ആ മരിക്കുന്ന വ്യക്തിയും ജീവിച്ചിരിക്കുന്ന മകനോ മകളുമായിട്ടുള്ള ആത്മബന്ധമാണ് അവിടെ അളക്കപ്പെടുക. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അത്ര സ്വീകാര്യമല്ലാത്തൊരു നിലപാടാണ് എന്ന് വായിച്ചതാണ് ഞാൻ പങ്കുവച്ചതിൻ്റെ ആത്മാവ്. ഇവിടെ ശിഷ്യന്മാർ തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? ഈ പാഴ്ചെലവിൻ്റെ ആത്മീയതയിലേക്ക് നാം ഒരാഴമുള്ള അന്വേഷണം നടത്തി കഴിയുമ്പം ഒരു സത്യം തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഗുണകരമല്ലെന്നും പാഴെന്നുമൊക്കെ കരുതുന്ന പേടെന്നൊക്കെ പറയുന്നവരാണ് പിന്നീട് ജീവിതത്തിൽ കരുത്തായി മാറിയത്. തെല്ല് ബുദ്ധിമാന്യമുള്ള കുഞ്ഞ് പിന്നീട് ബുദ്ധിയിൽ വളർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങൾ നോക്കാനും വീട്ടിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടിയിട്ട് അവനാൽ കഴിയും വിധം കാര്യങ്ങൾ ഒരുക്കാനുമൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരമ്മ എന്നോട് പറഞ്ഞച്ചാ, ഇവൻ ഉണ്ടായ നാളിലും മറ്റ് പഠന കാലഘട്ടത്തിലുമൊക്കെ ഇവൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാരമായിരുന്നു. എന്തിനാ ഇങ്ങനെയൊന്ന് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇന്ന് ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ വഴി തേടിപ്പോയപ്പം ഇവൻ മാത്രം ഞങ്ങൾക്ക് കൂട്ടിനുണ്ടാകുമ്പം കൂട്ടിനൊന്നും മാത്രമല്ല, അമ്മ പറയാണ്, എനിക്കൊരു വേദന വന്നാൽ അവൻ അന്ന് ഉറങ്ങുന്നത് എൻ്റെ കാൽച്ചുവട്ടിലിരുന്ന. അത്രയ്ക്കു കരുതലോടുകൂടിയിട്ട് ലോകത്തിൻ്റെ കണക്ക് പുസ്തകത്തിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ല എന്നും ഒരു പാഴ്ജന്മമെന്നുമൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതം ഇന്നെനിക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റും. പാഴെന്നു മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലമുള്ള അനുഭവമാണ് എന്ന് ഈ അമ്മ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്വാർത്ഥതയും നിസ്വാർത്ഥതയുമൊക്കെ ഏറ്റുമുട്ടലിലൂടെ കടന്നു പോകുന്ന ഒരു ഭയാശങ്കയുടെ കാലത്ത് ഈ പാഴയത് നല്ലതേത്? ഈശോ കൃത്യമായിട്ടും കളയും വിളയും തമ്മിലുള്ള താരതമ്യം പഠിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കളയത് വിളയത് എന്ന് തീരുമാനമെടുക്കണത് അത് തമ്പുരാൻ്റെ ഒരു വഴിയായിട്ട്, തീരുമാനമായിട്ട്, നിഷ്ഠയായിട്ട് വിട്ടുകൊടുത്താൽ മതി. നമ്മൾ തീരുമാനിക്കൊന്നും വേണ്ട. ജീവിതം എന്നെ വല്ലാണ്ട് പഠിപ്പിച്ചൊരു പാഠമാണ്. ആരാ നമുക്ക് ഗുണത്തിൽ കൊള്ളുക? നമ്മൾ ഒരു പക്ഷേ ഗുണകരമെന്നു കരുതുന്നവരാകണമെന്നില്ല മറ്റു ആയേക്കാം. അതുകൊണ്ട് ഒരു വ്യക്തിയെപ്പോലും, അതുകൊണ്ടാണ് ഈശോ കൃത്യമായി പറഞ്ഞ്, ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാൻ ഇടവരരുത്. ഒരാളെയും നിന്ദിക്കണ്ട. അത് വലുപ്പ ചെറുപ്പമെന്നെ നിന്ദിക്കാതിരിക്കാനായിട്ട്, വിധി വിമർശനങ്ങൾ ഉരുവിടാനായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തരുത്. ഇന്നെൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു തിരഞ്ഞെടുത്ത വ്യക്തിയായി ആ വ്യക്തിയെങ്കിൽ, അതുകൊണ്ടാണ് എഫേസ്യോസ് ലേഖനത്തിൽ 4:26 വചനം പറയും, സൂര്യൻ അസ്തമിക്കും മുമ്പേ നിൻ്റെ കോപം അവസാനിപ്പിക്കണം. കാരണം പാപത്തിലേക്ക് ആ കോപം വഴിമാറാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് തന്നെ നിൻ്റെ കോപാഗ്നിയെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ അത് പാപമായി നിൻ്റെ ജീവിത വഴിത്താരയിൽ അനുഗ്രഹ തടസ്സമായി രൂപാന്തരപ്പെടും. പല ആളുകളും ചില ആളുകളെയൊക്കെ വല്ലാണ്ടങ്ങ് അവഗണിച്ച് കടന്നു പോകുമ്പം അവരറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്.
ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചത് എങ്കിൽ ആ വ്യക്തിയും ഞാനുമായിട്ട് അകലത്തിലാകുമ്പം, ശത്രുതയിലോ ഭിന്നതയിലോ ആയി കഴിയുമ്പം എനിക്കും അവർക്കുമിടയിൽ ഈ അനുഗ്രഹത്തിൻ്റെ ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്ന് അനുഗ്രഹം എനിക്ക് ലഭിക്കില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വാർത്ഥത എന്ന് പറയുന്നത് എല്ലാം സ്വന്തമാക്കാനായിട്ട് വ്യഗ്രത കാണിക്കുമ്പം നിസ്വാർത്ഥത പങ്കുവയ്ക്കാനുള്ള തീക്ഷ്ണഭാവമായി മാറും. നിസ്വാർത്ഥത അപരൻ്റെ വളർച്ചയിലേക്കുള്ള ഒരു ശ്രദ്ധയാണ് എങ്കിൽ സ്വാർത്ഥത എന്നിലേക്കുള്ള അമിത താല്പര്യത്തിൻ്റെ കൃത്യമായ ദിശാസൂചികയാണ്. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കഥ നമുക്ക് ബൈബിളിൽ അറിയാം. അബ്രാഹവും ലോത്തും സ്വത്ത് വീതം വെപ്പിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഫലഭൂയിഷ്ടമായ ഇടം തേടി ലോത്തിൻ്റെ കണ്ണും മനസ്സും ഭാവങ്ങളും പോകുമ്പം അബ്രാഹത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഉൽപ്പത്തി 12:2 വായിക്കും പോലെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തനിക്ക് പ്രിയപ്പെട്ടതും പ്രിയങ്കരമായതുമൊക്കെ വിട്ടുപേക്ഷിക്കുന്ന ഒരു അബ്രാഹം വളരെ കൃത്യതയോടുകൂടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി തനിക്ക് തൻ്റെ ആഗ്രഹങ്ങളെ മുഴുവനും ബലി കഴിച്ചുകൊണ്ട് നീ പോകുന്നതിൻ്റെ എതിർദിശയിലൂടെ സഞ്ചരിച്ച് ഞാൻ സ്വന്തമാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഈ പാഴ് എന്ത് എന്ന് നാം കാലത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ. ഗുണപരമല്ല എന്ന് കരുതുന്നത് പലതും ഗുണകരമായേക്കാം എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. സ്ഥലം വീതം വയ്ക്കുമ്പം വല്ലാണ്ട് ശാഠ്യം പിടിച്ചൊരു മകനും അപ്പൻ ഇഷ്ടമുള്ളത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടത്തിൽ പോലും പ്രത്യക്ഷപ്പെടാതെ വളരെ സ്നേഹത്തോടെ മാറി നിന്നൊരു മകൻ്റെയും ജീവിതാനുഭവം എൻ്റെ മുമ്പിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് ആ ഇളയ മകൻ പറഞ്ഞത് സാഹോദര്യ ബന്ധത്തിൻ്റെ വഴിത്താരയിലേക്ക് മുറിവായി മാറുമെങ്കിൽ എനിക്കതിൽ പങ്കാളിത്തം പോലും വേണ്ട. എത്ര ശക്തമായ നിലപാടാ! വെറും 1/2 സെൻറ്റിൻ്റെയും 1 സെൻറ്റിൻ്റെയും പേരിൽ ഒരുപാട് സൗഹൃദമുണ്ടായിരുന്ന, ഒരുമിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും വലിയ ഭയാനകമായ ദുരന്തത്തിൻ്റെ അനുഭവങ്ങൾ ആവർത്തിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പം സാഹോദര്യ ബന്ധത്തെ മുറിപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ സ്ഥലം വീതം വെപ്പുകൾ മാറുന്നുവെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറയാൻ കഴിയുന്ന വല്ലാണ്ട് വളർന്ന ചില ജീവിതങ്ങളെപ്പോലും കാണുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ പാഴ് അനുഭവങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുള്ള ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ കാലത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യം നോക്കിക്കോണം. കുഞ്ഞുനാൾ മുതൽ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലും ഇത് പഠിപ്പിക്കുക. മക്കളൊക്കെ ഇന്ന് സ്വാർത്ഥമതികളായിട്ട് മാറുന്നുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന കാലത്ത് അവിടെയുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ചോറ്റുപാത്രം തുറന്നു നോക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. തുറന്നു നോക്കുക എന്ന് വെച്ചാൽ തുറന്നു കൊടുക്കുന്ന ശീലം. പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു ചോറ്റുപാത്രത്തിനകത്ത് ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് കഴിക്കാവുന്ന അത്രയും ചോറും കറികളും അത് ഞെക്കി ഇരുന്ന് അമർത്തിയാണ് ചില മാതാപിതാക്കൾ കൊടുത്തു വിടുന്നത്. ആ കൂട്ടത്തിൽ ഒരു മന്ത്രം അവർ പറഞ്ഞു വിടുന്നുണ്ടെന്ന് പോലും എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ കേട്ടതൊന്നുമല്ല, എൻ്റെ തോന്നലാണ്. ഇതാർക്കും കൊടുക്കരുത് എന്നുകൂടെ പറഞ്ഞു വിടുന്നുണ്ടാവും. മുഴുവനും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ടാവും. എത്ര ഭയാനകമാണെന്ന് ഓർമ്മിക്കണം. ഈ സ്വാർത്ഥതയുടെ ഒരു മനോഭാവം കൊണ്ട് വളരെ അപകടകരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒരുപാടുണ്ട് എങ്കിലും ഈ ജീവിതത്തിൻ്റെ ചെറുതിനെയും അവഗണിക്കാതെ പരിഗണിക്കാൻ കഴിയുന്ന ദർശന സാധ്യതകൾ ഈ പുതിയ കാലത്ത് അന്യം നിന്ന് പോകുമ്പം നമ്മൾ ഓരോരുത്തരും ഈ തിരുവചനത്തിൻ്റെ പിന്നാമ്പുറത്തിലേക്കൊരു വായന നടത്തിയാൽ ഒരു സത്യം നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ ഈശോ അവിടെ പറഞ്ഞ പാഴ്ചെലവ്, അല്ലെങ്കിൽ ശിഷ്യന്മാരവിടെ പറഞ്ഞ പാഴ്ചെലവ്, ഈശോ അവിടെ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാണ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ പറയുമ്പം ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്. ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് എൻ്റെ മൃതസംസ്കാരത്തിന് വേണ്ടി മുന്നോടിയായിട്ട് ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ പെട്ടെന്നൊരു വായനയിൽ നമുക്കാർക്കും ഇതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകില്ല എങ്കിലും ഈ ആത്മീയ പിതാക്കന്മാർ, തിരുവചന വ്യാഖ്യാതാക്കൾ ഇതിനോട് ബന്ധപ്പെടുത്തി പറയണത് ക്രിസ്തു എന്തുകൊണ്ട് ഇത്തരമൊരു സൂചന വ്യക്തതയോടുകൂടെ നൽകിയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണമായിട്ട് അവർ പറയുന്നത് 28:11 ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം എന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ഇത്രേ ഉള്ളൂ.
ദാരിദ്ര്യമെന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഒരു സത്യമാണ് എന്നും ദാരിദ്ര്യമെന്ന് പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ഇന്നോളം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ഈ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും പുരോഗതിയുടെ ഭാഗമായിട്ട് ദാരിദ്ര്യത്തിന് കുറവൊക്കെ സംഭവിച്ചുവെന്നാലും അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല എന്നും ഒരു നിലനിൽക്കുന്ന സത്യമാണ്. ദരിദ്രരുണ്ടായിരിക്കേണ്ടത് ചില സമ്പന്നന്മാരുടെ ആവശ്യമാണെന്ന് പോലും പഠനങ്ങളുണ്ട്. ഇവിടെ ഈശോ പഠിപ്പിക്കുന്ന ആത്മീയ ചൈതന്യം കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നൊരു ആത്മീയ ചൈതന്യമാണ്. അർത്ഥത്രേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തരും ദൈവകാര്യത്തിന് വേണ്ടിയിട്ടും ദൈവികമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ പങ്കുവെക്കുന്ന മനസ്സിൽ നിന്ന് മാറിയിട്ട് അതിൽ നിന്നും ഒഴികഴിവ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഇവിടെ തമ്പുരാൻ വ്യംഗ്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില ആൾക്കാർ ആത്മീയ കാര്യത്തിനും വിശ്വാസത്തിൻ്റെ കാര്യത്തിനും ദേവാലയത്തിനുമൊക്കെ കൊടുക്കുന്നതിന് ഒഴികഴിവ് പറയുമ്പം ഞങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യുക, പള്ളിക്ക് കൊടുക്കൽ എന്നൊക്കെ പറയും. സോഷ്യൽ വർക്ക് ചെയ്യണ്ട എന്ന അർത്ഥമില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറുന്ന ആലയത്തിനും ആലയത്തോട് ചുറ്റിപ്പറ്റിയും അതിനോട് ബദ്ധമായിട്ടുമുള്ള കർമ്മത്തിന് വേണ്ടി കൂടെ കൊടുക്കാൻ നിന്നെ കടപ്പെടുത്തുന്നുണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ നിൻ്റെ വിശ്വാസ ജീവിതം. മറ്റ് പ്രവൃത്തി വേണ്ട എന്നർത്ഥമില്ല. രണ്ടും ബാലൻസ്ഡായി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. മാതാപിതാക്കളുടെ മരണവാർഷികത്തോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പള്ളിയിൽ കുർബാന ചൊല്ലിക്കുകയും മറ്റ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതിനോടൊപ്പം വളരെ കൃത്യതയോടുകൂടിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ അന്നം വിളമ്പുന്ന ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അത് വളരെ നിയതമായ വ്യക്തമായ ദർശനമുള്ള ആളുകളാണ്. വേറെ ചില ആളുകൾ അങ്ങനെയല്ല, ഒരു തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഈ ദൈവകാര്യത്തിന് വല്ലാണ്ട് പ്രാമുഖ്യം കൊടുത്തു കഴിയുമ്പം അവർ പറയുന്ന അനുഭവം. ഈ കഴിഞ്ഞ നാളെ ഒരു സഹോദരിയോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഈ സാബത്ത് ഞായറാഴ്ച ദിവസം അവർ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ഷോപ്പിങ്ങിനോ ഒന്നും പോവില്ല, യൂറോപ്പല്ല താമസിക്കുന്നത്, ഷോപ്പിങ്ങിന് പോവില്ല, ഞങ്ങൾ വേറെ പിക്നിക്ക് പരിപാടികളൊന്നുമില്ല, ഞങ്ങളിങ്ങനെ മക്കളും കുടുംബവും ഒരുമിച്ചിരിക്കും, കുറച്ച് നേരം ബൈബിൾ വായിക്കും, ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും, അന്ന് ജോലി ചെയ്യില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ പറയാണ് സാപത്തിങ്ങനെ നിഷ്ഠയോടുകൂടെ ഇട്ട്, എന്നുവെച്ചാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സാപത്തിനെ ഗൗരവത്തിലെടുത്ത് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ബന്ധങ്ങളിലേക്ക് ദൈവം നൽകിയ അനുഗ്രഹം അത് പറഞ്ഞാൽ തീരില്ല. ഉറപ്പിച്ച് പറയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാമുഖ്യമുള്ള ഇടത്ത് തമ്പുരാനെ ഇരുത്തിക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉറപ്പോടുകൂടെ പറയുകയാണ്, ജീവിതത്തിൽ ദൈവം വളരെ കൃപയോടും കൃത്യതയോടും കൂടിയിട്ട് ഇടപെട്ട് അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവകൾ നൽകാൻ, പ്രവാഹമായി അത് ജീവിതത്തിൽ മാറാൻ ഇടയായിട്ടുണ്ട് എന്ന്. അപ്പം മറ്റെന്തിനേക്കാളും മറ്റേത് പ്രവൃത്തികളെക്കാളും ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കണം, ദൈവകാര്യത്തിന് ശ്രദ്ധ വേണം എന്നാണ് ക്രിസ്തു ഈ ദരിദ്രർക്ക് വേണ്ടിയുള്ള കൊടുക്കലിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ പുറകിൽ ചേർത്ത് വെച്ച ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ. രണ്ടാമത്തേത്, ദാരിദ്ര്യത്തോട് സദാ ഔദാര്യപൂർണമായിരിക്കണമെന്നൊരു ചിന്ത കൂടെ അവിടെ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചു. നമ്മളിങ്ങനെ ചുമ്മാ ആദർശം പറഞ്ഞാൽ പോലെ, ചില ആൾക്കാർ, ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം, ഈ വാഹനങ്ങളൊക്കെ വെഞ്ചരിച്ച് കഴിയുമ്പം ആളുകൾ ചിലർ അച്ഛാ വണ്ടി വെഞ്ചരിച്ചതിന് ഒരു പ്രതിഫലം എന്നോണം ചില ആളുകൾ ഒരു കവറൊക്കെ തരും. ഞാൻ ആളുകളോട് പൊതുവേ പറഞ്ഞിരുന്നൊരു കാര്യം, അത് നേർച്ചയിട്ടോ എന്ന് പറയുമായിരുന്നു. എനിക്ക് അടുപ്പമുള്ളൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ആളുകളൊക്കെ സൂത്രക്കാരാച്ചോ, നേർച്ചയിട്ടോളാൻ പറഞ്ഞാൽ അവനത് എടുത്ത് പോക്കറ്റിലിട്ട് വെച്ച് അതിനകത്തുനിന്നൊരു ചെറിയ പങ്ക് നേർച്ചയിടാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് അച്ഛൻ തന്നെ അത് ബോധപൂർവം വാങ്ങി ആർക്കെങ്കിലും കൊടുത്താൽ അത് ഉപകാരത്തിൽ കൊള്ളും. ഞാനത് എൻ്റെ ജീവിതത്തിൽ ആ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ ആളുകളോട് എന്തെങ്കിലും പ്രതിഫലം തരുന്ന ആളുകളോട് പറയും, വെഞ്ചരിച്ചതിന് പ്രതിഫലം സ്വീകരിക്കില്ല, മറിച്ച് നിങ്ങളീ തരുന്ന പണം നിങ്ങൾക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നു, അത് വാഹനമായിട്ടോ വീടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായി തന്നു, അതിന് നന്ദിയായിട്ടുള്ളൊരു സമർപ്പണം, ഈ സമർപ്പണത്തെ മറ്റൊരാൾക്ക് കൊടുത്ത് അനുഗ്രഹമായി നിങ്ങൾക്ക് തമ്പുരാൻ്റെ അടുത്തുനിന്ന് കൃപകൾ വാങ്ങിത്തരാം. എന്ന് വെച്ചാൽ അർത്ഥം എത്രയേ ഉള്ളൂ, ഈ ദാരിദ്ര്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ഔദാര്യപൂർണമായിട്ടുള്ള നിലപാട് സദാ ഉണ്ടാകണം എന്നാണ് തമ്പുരാൻ അവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 15:11 പറയും, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും,
ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക. അപ്പം ദരിദ്രർ എന്നൊക്കെ പറയണ കൂട്ടർ ഈ തൽക്കാലത്തേക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരല്ല. അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം ശ്രദ്ധിക്കപ്പെടേണ്ടവരല്ല, എന്നും നിൻ്റെ ശ്രദ്ധയുണ്ടാവണം. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തൽ. നെഹ്റു ഒരു കാർ ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള ചിന്തയും ആഗ്രഹവുമായി വന്നപ്പം ഗാന്ധിജി നെഹ്റുവിനെ ഓർമ്മപ്പെടുത്തി, നമ്മുടെ നാട്ടിൽ കാർ ഫാക്ടറി അല്ല ആദ്യം ഉണ്ടാകേണ്ടത്, സൈക്കിൾ നിർമ്മാണശാലകളാണ്. എന്നിട്ട് നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞു അത്രേ, ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ഏതൊരു നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് എന്ന്, അവന് ഗുണകരമാകുമെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ചെയ്യണം എന്ന് ഗാന്ധിജി നെഹ്റുവിനെ ഓർമ്മപ്പെടുത്തി അത്രേ. അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പഠിപ്പിച്ചതിൻ്റെ ആത്മീയ ചൈതന്യം അതാണ്. ഈ ദാരിദ്ര്യത്തെ എന്നും ഉള്ള ഒരനുഭവമായി കണ്ട് ഇടപെടലുകൾ നടത്താൻ ശ്രദ്ധാപൂർവം നാം പരിശ്രമിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, യോഹന്നാൻ സുവിശേഷകനാണ്, യൂദാസ് കറിയോത്തയാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് യോഹന്നാൻ കുറച്ചും കൂടെ പ്രസിഷൻ, കൃത്യത സൂക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇത് യൂദാസാണ് ചോദിച്ചത് എന്നും അവനാണ് നേർച്ചപ്പെട്ടി സൂക്ഷിച്ചിരുന്നത് എന്നും അവൻ അടിച്ചുമാറ്റുന്ന സ്വഭാവക്കാരനാണ് എന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ യൂദാസിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ദോഷൈക ദൃക്കുകളുടെ മനസ്സ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അടിച്ചുമാറ്റുന്നവൻ്റെ മനസ്സ് ജീവിതത്തിൽ അനുഗ്രഹമല്ല. ചില മനുഷ്യന്മാർ കമന്ന് വീണ കാപ്പണം എന്നൊക്കെ പറയുന്നൊരു മനോഭാവത്തിലാണ് ജീവിക്കണം. അപ്പോൾ അവരിങ്ങനെ ചുറ്റുപാടുമുള്ള മുഴുവതിനെയും വിമർശിക്കും. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് ശരിയല്ല, അവിടെ ശരിയല്ല, അത് ശരിയല്ല, അച്ഛന്മാർ ശരിയല്ല, ബിഷപ്പ്മാർ, ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് ശരി? ആ വ്യക്തിയുടെ ജീവിതം ഒരിക്കലും തൃപ്തമല്ലാത്ത ജീവിതമാണ്. വലിയ വിമർശനങ്ങളോടുകൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ. ഈ കഴിഞ്ഞ നാളൊരു സഹോദരി എന്നോട് പറഞ്ഞു, ബൈബിൾ വായന വാഴ്വേലയാണ് എന്നും നന്മ നിറഞ്ഞ പറയും ആവർത്തിക്കേണ്ടത് ഒരു തൊഴിലില്ലാത്ത കർമ്മമാണെന്നും ഒക്കെ പറഞ്ഞിട്ടൊരു സഹോദരൻ വീട്ടിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നു. വലിയ വേദനയോടെ ഈ സഹോദരി പറയുക, അച്ഛാ, ഞാൻ നന്നായി കുർബാനയിൽ പങ്കെടുക്കുകയും ആത്മീയ കർമ്മങ്ങളിൽ വ്യാപൃതമാവുകയും ഓൺലൈനിലും അല്ലാതെയും ഒക്കെ ആത്മീയ ശുശ്രൂഷ കേൾക്കാനും അതിൽ ഭാഗഭാക്കാകാനും ഒക്കെ പരിശ്രമിച്ചിരുന്നു. ജീവിത പങ്കാളി വിദേശത്തായിരുന്നു, നാട്ടിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം ഇപ്പം ഇത്തരം ഒരു കാര്യത്തിനും തയ്യാറല്ല. നന്മ നിറഞ്ഞ മറിയമൊക്കെ തനിക്കിഷ്ടം പോലെ മാറ്റിച്ചൊല്ലാനും ബൈബിൾ വായനയൊക്കെ ഒരു പാഴ്വേലയാണെന്ന് പറഞ്ഞ് ബൈബിളൊക്കെ എടുത്തു മാറ്റിവെക്കാനും ആ നേരം 4 പുസ്തകം വായിച്ചാൽ ഏതെങ്കിലുമൊക്കെ അറിവ് സമ്പാദിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ കണ്ടാൽ കേട്ടാൽ ഗുണപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അത് മക്കളിലേക്കും കൈമാറുമ്പം വലിയ വേദനയോട് കൂടിയിട്ട് ഈ അമ്മ പറയുകയാണ്, കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് വലിയ ഭയം അനുഭവപ്പെടുന്നുവെന്ന്. തിരിച്ചറിയണം, ഈ പാഴ്വേലയെ തീരുമാനിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. ഒടയ തമ്പുരാൻ ചിലപ്പോഴൊക്കെ പാഴെന്ന് കരുതുന്ന, പാഴായി മാറുമെന്ന് കരുതുന്ന ചില ജീവിതങ്ങളെ എടുത്തുയർത്തി അനുഗ്രഹമായി ഇട്ടുമാറും. 5 അപ്പം 5000 ആക്കിയെടുത്ത് ഒരു ബാലൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനും അവന് മാത്രം, ഒരുപക്ഷെ അവൻ്റെ ഏറ്റവും അടുപ്പത്തിലുള്ളവർക്ക് മാത്രം ഉപകാരപ്പെടാമായിരുന്ന, വളരെ രഹസ്യത്തിലായിരുന്ന 5 അപ്പത്തെയും 2 മീനിനെയും തൻ്റെ കരങ്ങളിലേക്ക് എടുത്തുയർത്തിയിട്ട് അത്ഭുതത്തോടുകൂടെ വാഴ്ത്തി അതിനെ വലിയ ജനക്കൂട്ടത്തിൻ്റെ അന്നമാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ ചില പാഴ്ജീവിതങ്ങളെയൊക്കെ ദൈവം എടുത്തുയർത്തി അത്ഭുതം വിരിയിക്കുന്നത് കാണാനായിട്ട് കഴിയും. അവസാനിപ്പിക്കുകയാണ് ചിന്തകൾ. ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എൻ്റെ സ്വാർത്ഥത കൊണ്ടും എൻ്റെ തന്നിഷ്ടം കൊണ്ടും എൻ്റേതായ ചില താല്പര്യങ്ങൾ കൊണ്ടും ഞാൻ ചിലതിനെയൊക്കെ വളരെ മുൻവിധിയോടെ കണ്ട് പാഴാണെന്നും അത് ചുമ്മാ ആവശ്യമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് വിധിച്ചിട്ടില്ലേ? ചിലരെയൊക്കെ ഞാൻ ബോധപൂർവം മാറ്റി നിർത്തിയിട്ടില്ലേ? ചില ആളുകളോടുള്ള എൻ്റെ സമീപനത്തിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിന് വരുത്തിയ ദുരന്തങ്ങളെ തിരിച്ചറിയാം. നമുക്കും ഈ നിസ്വാർത്ഥതയുടെ നിലപാടിലേക്കൊന്ന് മാറാം. നമുക്കും തമ്പുരാനോട് ചോദിക്കാം, എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് ജന്മമേകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടും എൻ്റെ ജീവിതയാത്രയിൽ തണലായി സങ്കേതമായി കൂടെയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ അധ്യാപന വഴികളിൽ എൻ്റെ പഠന വഴികളിൽ അധ്യാപനത്തിലൂടെ എന്നെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ടവരോട്, ആശീർവദിച്ചു അനുഗ്രഹിച്ച ഗുരുഭൂതരോടും പുരോഹിതരോടുമൊക്കെ ചേർന്ന് ഒരു അനുഗ്രഹീത ജീവിതം എനിക്ക് സാധ്യമായിട്ടുണ്ടോ? ചോദിക്കണം, ഹൃദയപൂർവ്വം ചോദിക്കണം.
അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടെ. അമ്മ മരിക്കാൻ കിടക്കുമ്പം മക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ അമ്മയുടെ ഈ ആഭരണത്തിൻ്റെയൊക്കെ കണക്കും വീതവുമൊക്കെ പറ്റാൻ വല്ലാതെ കൊതി കാണിച്ചപ്പം അത് സ്വന്തം കയ്യിൽ സൂക്ഷിച്ചിട്ട് ഒരു കൂടപ്പിറപ്പ് വല്ലാണ്ട് ശ്രദ്ധേയമായൊരു ഓർമ്മപ്പെടുത്തൽ കൊടുത്തു. മാതാപിതാക്കളുടെ ആഭരണത്തോടൊപ്പം അനുഗ്രഹങ്ങളോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും നൊമ്പരങ്ങളെയും ഒരുപക്ഷെ ശാപങ്ങളെയും നീ സ്വീകരിക്കേണ്ടതായി വരും, മറക്കരുത്. നമുക്കും മനസ്സിൽ കുറിക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹത്തെ മാത്രം മേടിക്കുന്ന സൂത്രക്കാരായി മാറാതെ അവരുടെ ജീവിതത്തിൽ ഇടർച്ചകളുണ്ട് എങ്കിൽ, അപരാധങ്ങളും വീഴ്ചകളും സംഭവിച്ചെങ്കിൽ അതിലും നാം ഈ സ്വീകരണത്തിലൂടെ ഭാഗഭാക്കുകളാകും എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം പാഴെന്നൊക്കെ പറയാനിടയാക്കരുതേ. സ്വാർത്ഥത കൊണ്ട് പാഴായിപ്പോയ ജീവിതം, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവാക്കിയ സമയം, സമ്പത്ത്, കഴിവ്, ആ ചിന്തയിൽ നിന്ന് മാറട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ കൃപ തരണേ. ദരിദ്രർ എന്നുമുണ്ട്, കൊടുക്കാൻ പല മാർഗങ്ങളുമുണ്ട്. നിൻ്റെ മിച്ചത്തിൽ നിന്നല്ല കൊടുക്കേണ്ടത്. ദേവാലയത്തിൻ്റെ കാണിക്കപ്പെട്ടിയിൽ നേർച്ചയിട്ട ആ വിധവയുടെ ചെമ്പ് നാണയത്തിൻ്റെ മനസ്സ് ഭാവവും സ്വന്തമാക്കാം. പ്രാർത്ഥിക്കാം. വിധിക്കാനോ പാഴ്വേലയാണെന്ന് പറയാനോ ഇടയാകാത്ത വിധം ഞങ്ങളെ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ചുവടുമാറ്റാൻ കൃപയേകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.